സോ ഗൈസ് അങ്ങനെ ബിഗ് ബോസിന്റെ സെക്കൻഡ് ഡേ അല്ലേ, തേർഡ് ഡേ അല്ല സെക്കൻഡ് ഡേ വരുമ്പോഴത്തേക്കും സെക്കൻഡ് ആണ്, എപ്പിസോഡ് വരുമ്പോഴത്തേക്കും തേർഡ് ആണ്. ഞങ്ങൾ തമ്മിൽ അടിയാണ്. സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ കാര്യം എന്ന് അറിയോ, നമ്മുടെ ഗിസൈൽ ഉണ്ടല്ലോ, ജിസൈലെ ഈ വന്ന സമയത്ത് എല്ലാവരും കൂടുതൽ ആൾക്കാരും കരുതിയിട്ടുണ്ടാവുക ജിസൈല് ലാംഗ്വേജ് അറിയത്തില്ല, അല്ലെങ്കിൽ ഓൾറെഡി ഹിന്ദിയിലുണ്ടായിരുന്ന ആളല്ലേ, നമ്മളെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെയാണ്. പക്ഷേ എനിക്കിപ്പോ തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസൈല് പെട്ടെന്നൊന്നും ബിഗ് ബോസിൽ നിന്ന് പോകില്ല, 100% ഉറപ്പാണ്. അത് മാത്രമല്ല ലേഡീസിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിലവിൽ ഇപ്പോ കളിക്കുന്നത് ജിസൈല് തന്നെയാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഇപ്പോ PR ടീമിനൊക്കെ വെച്ചിട്ട് ആ കമന്റ് ബോക്സിൽ ആരുടെയൊക്കെ പേര് എഴുതിപ്പിച്ചെന്ന് പറഞ്ഞാൽ ശരി, പക്ഷെ ആക്റ്റീവായിട്ട് കളിക്കുന്നത് ജിസൈല് തന്നെയാണ്. അത് 100% ഉറപ്പാണ്. ഞാനിന്ന് കുറച്ച് ലൈവും കണ്ടിട്ടുണ്ടായിരുന്നു. ലൈവിനകത്തും ജിസൈല് ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. ഇനി ആണുങ്ങളുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ആണുങ്ങൾ അപ്പാനി ശരത്താണ് നിലവിൽ കളിക്കുന്നതും ബാക്കിയുള്ള ആൾക്കാർക്ക് അപ്പാനി ശരത്ത് നന്നായിട്ട് പണി കൊടുക്കുന്നുമുണ്ട്. കാരണം അറിയോ, സൗണ്ട് എടുത്ത് ഷാനവാസ് വരുന്നുണ്ടെങ്കിലും ഷാനവാസ് എല്ലാം ഉൾട്ടടിക്കുന്നുണ്ട്. ഐ മീൻ ഷാനവാസ് കൂടുതൽ മാനിപ്പുലേഷൻ പരിപാടിയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഷാനവാസ് തന്നെ അത് തിരിച്ച് പണിയായിട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇതിലായിട്ട് പറയാം. അപ്പാനി ശരത്ത് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതായത് പുള്ളി ഒരു ഗ്രൂപ്പ് ലീഡർ ആയിട്ട് നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ പുള്ളി വട്ടം കൂട്ടി നിർത്തി, നിങ്ങൾ എപ്പിസോഡിന്റെ ഓരോ ഭാഗങ്ങളും നോക്കി കഴിഞ്ഞാലും കാണാൻ പറ്റും. അപ്പാനി ശരത്ത് ഒരു ലീഡർ ആയിട്ട് നിൽക്കുക. അപ്പാനി ശരത്ത് എന്താണോ ഹൗസിൽ പറയുന്നത് അതനുസരിച്ചാണ് ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുന്നത്. അപ്പൊ ഇത് ബാക്കിയുള്ള ആൾക്കാർ അപ്പാനി ശരത്തിന് അണ്ടറിലായി പോകും. അവർക്ക് അപ്പാനി ശരത്തിനെതിരെ സംസാരിക്കാൻ തന്നെ അവർക്ക് എന്തോ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മുന്നോട്ട് വരുമ്പോഴും ഭയങ്കര പണിയാവും. അപ്പാനിയാണെന്ന് ശരത്താണെന്നുണ്ടെങ്കിൽ വളരെ കീനായിട്ട് കൂടെയുള്ള ആൾക്കാർക്കെതിരെ ഒന്നും അതായിട്ട് മിണ്ടാണ്ട് അനീഷിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി ആ ഒരു സെറ്റപ്പിലാണ് പോകുന്നത്. ഡേ 2 വന്നപ്പോഴത്തേക്കും, അതായത് നിങ്ങൾ ഡേ വൈസ് നോക്കുമ്പോൾ 2ാം ദിവസം വന്നപ്പോഴത്തേക്കും രേണുസുധിയുടെ ഒരു അനക്കം പോലും നമ്മൾ കണ്ടില്ല. അല്ലെങ്കിൽ മറ്റ് പെൺകുട്ടികളുടെ എപ്പിസോഡിനകത്ത് ജിസൈൽ അല്ലാണ്ട് അനുമോളുടെ കുറച്ച് സംഭവങ്ങൾ കണ്ടു. വേറെ ഒന്നും ലേഡീസിന്റെ ഭാഗത്തുനിന്ന് വേറെ ഒന്നുമില്ല. ആണുങ്ങളാണെങ്കിൽ തന്നെയും അപ്പാനി ശരത്തിന്റെ ആ ഒരു ബൗണ്ടറിയിൽ എല്ലാരും ഇങ്ങനെ നിൽക്കുക. ഇതാണ് ഇവിടുത്തെ സംഭവം. പിന്നെ ബിഗ് ബോസ് ലാസ്റ്റ് കൊടുത്ത ആ ഒരു പണിയുണ്ടല്ലോ, 4 പേരെ പുറത്താക്കിയിട്ട് ഒരാളെ നിങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ പുറത്താക്കാം. ആ ഒരു സംഭവം നൈസാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. അത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയോ, ഉറക്കം നോക്കുക. അതായത് ഇപ്പോ ഷാനവാസും ബിൻസിയും ഉറങ്ങുന്നുണ്ട്, ശൈത്യാണെങ്കിലും ജിസൈലാണെങ്കിലും ഉറങ്ങാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇന്ന് തന്നെ പിടിച്ച് പുറത്താക്കണമെന്നില്ല. ഇപ്പൊ ഷാനവാസ് എന്തായാലും ഉറങ്ങുന്നു, ബിൻസി എന്തായാലും ഉറങ്ങുന്നു ഉറപ്പായി. ഡേ 2 ആവുക 3 ആവുക, അപ്പൊ നോക്കുമ്പോഴത്തേക്കും ഒരാളെ പിടിച്ച് എന്ത് ചെയ്യാൻ നൈസായിട്ട് എടുത്ത് വെളിയിൽ കളയാം. അത് അവർക്ക് ചിന്തിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ജിസൈലിന്റെ പ്ലാൻ അത് കൊള്ളാം, ജിസൈലാണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിവേ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അനുമോളുടെ അടുത്ത് ഫസ്റ്റ് ഡേ തന്നെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനുമോള് കരയോ. അനുമോള് പറഞ്ഞത് കരയും ലാലേട്ട എന്നുള്ളതാണ്. അനുമോൾ ഇന്നത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് തെളിയിച്ചു. ഈ അനുമോൾക്ക് ആ ഒരു പ്രശ്നമുണ്ട്, ഇത്രയും പെട്ടെന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അനുമോളിനെ പെട്ടെന്ന് കരയിപ്പിക്കാൻ പറ്റും എന്നൊരു സംഭവം അവിടെ വരും. വേറെ ഷോയിൽ ഇതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അനുമോളുടെ കരച്ചിൽ ക്യൂട്ട്നെസ് കണ്ടിട്ട് ആർക്കെങ്കിലും അത് ഭയങ്കര സന്തോഷമായിട്ട് അത് ഭയങ്കര സൂപ്പർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു യൂട്യൂബ് ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ജസ്റ്റ് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതിന്റെ താഴത്ത് അനുമോൾ എന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ കമന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ആ ചാനലുകാരനാണെന്നുണ്ടെങ്കിൽ അനുമോളെ പൊക്കി അടിക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചത് എന്താണ് സംഭവം. കാരണം 2 ദിവസമായിട്ട് അനുമോളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ഗെയിം എന്ന രീതിയിലൊന്നും കണ്ടില്ല. രേണുസുധിയുടെ അടുത്തൊരു 5 ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി തലവേദന ഒച്ചയിട്ട് മാറുമെന്ന് ചോദിച്ചിട്ട്. അതല്ലാണ്ട് വേറെ ഒന്നും നൈസായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിവേ ഞാൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കുക. ഷാനവാസ് വന്നിട്ട് അനുമോളുടെ അടുത്തൊരു സംഭവം പറയുകയും അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നൈസായിട്ട് അനുമോളെ കരയിപ്പിച്ചു. പക്ഷെ ഇവിടെ അത് പണിയായിട്ട് വന്നത് ഷാനവാസിന് തന്നെയാണ്. ഷാനവാസ് ഞാനെന്റെ ഫസ്റ്റ് ഡേ റിവ്യൂ അതൊരു കാര്യം പറയുന്നത്, ഷാനവാസിന്റെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാലേ, ഷാനവാസ് ഈ സീരിയൽ കാണുന്ന അമ്മ ഫാമിലി ഓഡിയൻസിന്റെ വോട്ട് തനിക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഷാനവാസിന്റെ ഗെയിം പ്ലാൻ. അതുകൊണ്ടാണ് ജിസൈലിന്റെ അടുത്ത് പോയിട്ട് വസ്ത്രധാരണത്തെ പറ്റി പറയുന്നത്. അല്ല, പുള്ളിക്ക് ആ ഒരു പൾസ് അറിയാം. ഈ നോമിനേഷൻ ചെയ്തപ്പോഴും ജിസൈലിന്റെ പേര് പറഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് ഈ വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞു. ഇത് ജിസൈലിന്റെ പോയിട്ട് പറയുവാണ്, ഞാൻ ജിസൈലിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഷാനവാസ് എന്നിട്ട് എന്താ ചെയ്യണേ, ഒരു ട്രൗസർ ഇട്ട് അതാണോ കേരള തനിമ, മറ്റേ മുണ്ടും മറ്റേ നേരിയതൊക്കെ ഇട്ടുണ്ടല്ലോ ഷാനവാസ് അവിടെ നിൽക്കുന്നേ. അപ്പോൾ ഷാനവാസിന്റെ പരിപാടി ഉദ്ദേശിക്കുന്നത് ഇതാണ്, മാനിപ്പുലേഷൻ പരിപാടിയാണ് ഷാനവാസ് അവിടെ എടുക്കുന്നത്. ഇത് ലാസ്റ്റ് പണിയായിട്ട് ഷാനവാസ് തന്നെ വരും. കാരണം അപ്പോഴും സംഭവിച്ചെന്നറിയോ, അനുമോളുടെ അടുത്ത് വന്ന് ഷാനവാസ് കാര്യം പറയുമ്പോൾ നൈസായിട്ട് അപ്പാനി അവിടെ വന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് ഈ സംഭവം പറഞ്ഞു നിർത്തേക്കാം. അപ്പാനി ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്ത കാര്യമാണ്. കാരണം
ഇത് പറഞ്ഞു തീർത്തേക്കാന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ ഷാനവാസിനെതിരെ തിരിയുന്നു. അപ്പൊ ശരത്തിന് നന്നായിട്ട് അറിയാം. നേരെ വന്ന് അക്ബർ ഖാൻ എടുത്ത് വന്ന് കളിക്കുന്നു, അല്ലെ അബി വന്ന് കളിക്കുന്നു. അപ്പൊ ഷാനവാസ് അവിടെ വീണ്ടും അതെ മിന്നിനെ കുറിച്ചാണ് ഡോക്ടർ എന്ന രീതിയിൽ പറഞ്ഞതുകൊണ്ട് മിന്നി വരുന്നുണ്ട്. ഇത് ഷാനവാസിന് വീണ്ടത് പണിയായിട്ട് മാറി. അപ്പോഴും അവിടെ ശരത്ത് അവിടെ നൈസ് ആയിട്ട് അവസാനം എക്സിക്യൂട്ട് ചെയ്തവിടെ പുള്ളി അവിടെ അത് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കുറെ ആൾക്കാർ സ്ക്രീനിൽ ഇല്ല. 2 ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മുൻഷി രഞ്ജിത്ത് പുള്ളിയുടെ ഏജ് ഒന്നും ഇവിടെ വലിയ കാര്യമല്ല. ഇവിടെ ഏജ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ റെന ഫാത്തിമ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. ഏജ് ഇവിടുത്തെ മാറ്റർ അല്ല, അവിടുത്തെ മത്സരാർത്ഥി മാത്രമേ ഉള്ളൂ. അപ്പൊ മുൻഷി രഞ്ജിത്ത് ചേട്ടന്റെ പുള്ളി ഒന്നും ഇല്ല. പുള്ളി എന്താണ് അവിടെ ചെയ്യുന്നത് ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്ക് സ്ക്രീനിൽ പുള്ളി കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒണിയലാണെങ്കിൽ തന്നെ നന്നായിട്ട് സംസാരിക്കുന്ന അറിയാവുന്ന ആളാണ് ഒണിയൽ. പക്ഷെ പുള്ളി ഒരു ഷെഫ് എന്ന രീതിയിൽ പുള്ളി സരിക മേ ബി ആയിരിക്കാം. പക്ഷെ പുള്ളിക്ക് ഈ ഒരാഴ്ച പക്കാ സൈലന്റ് ആയിട്ട് നിന്നിട്ടേ അടുത്ത ആഴ്ച കയറി പൊളിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടപടിയുള്ള കേസ് കേട്ടല്ല. അതൊരു പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കുറെ ആൾക്കാർ ഇപ്പൊ ആര്യൻ ഫസ്റ്റ് ഡേയിൽ ഇങ്ങനെ വന്നൊരു സംഭവം കാണിച്ചല്ലാണ്ട് ഞാൻ ഇപ്പോഴേ പറയാം. ആര്യന്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആര്യന് ഒരു ലവ് ട്രാക്ക് അവിടെ പിടിക്കണം. അല്ലാരും നിക്കൂല. നമ്മളിതിനും എത്ര ഇപ്പൊ ഞാൻ പങ്കെടുത്ത സീസൺ ഉൾപ്പെടെ എനിക്കറിയാം ചില ആൾക്കാർക്ക് ലവ് ട്രാക്ക് പിടിച്ചാലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവർക്ക് തന്നെ അറിയാം. ഓഡിയൻസിന് ഇതേപോലെ ഞാനൊരു യങ്ങാണ്, കാണാൻ കൊള്ളാം, അപ്പം അങ്ങനെയാണെങ്കിൽ ലവ് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ ഇവിടെ 100 days നിർത്തും, അതൊരു മെയിൻ കോംബോ ആയിട്ട് മാറി ഹിറ്റ് ആയി കഴിഞ്ഞാൽ സെറ്റ് ആവും എന്നൊക്കെയുള്ള ധാരണ അവർക്കുണ്ട്. അവർ ആ രീതിയിൽ ഗെയിം അവിടെ കളിക്കും. പക്ഷെ ഇവിടെ ആരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യന് പറ്റിയ ഒരാളെ ചൂസ് ചെയ്യാവുന്നതാണ്. ആര്യന്റെ മിക്കവാറും ടാർഗറ്റ് പോകാൻ വേണ്ടി ഇപ്പൊ ഇപ്പോഴും ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ നോക്കിക്കോണേ. ഒന്നെങ്കിൽ ആദില നോറയില്ലേ, നോക്കിക്കോ ആര്യൻ നൈസായിട്ട് വൈൽഡ് കാർഡ് ആരും കയറിയില്ല എന്നുണ്ടെങ്കിൽ ആദില നോറ ഒരാളെ ചാക്കിടാൻ വേണ്ടിയിട്ട് ആര്യൻ പഠിച്ച പണി മുതലിട്ട് നോക്കുന്ന ഒരു പരിപാടിയിലേക്ക് എന്തായാലും പോകും. പിന്നെ അപ്പാനി ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ജിസൈലിനെ ആക്റ്റീവ് ആക്കി നോക്കാൻ വേണ്ടിട്ട് പരിപാടി ഇറക്കി. അവിടെ തൊട്ട് ജിസൈൽ അങ്ങ് ശരിയാണ്, പുള്ളിക്കാരിയുടെ അത്രയും കളി അറിയുന്ന ഒരാൾ അവിടെ ഇല്ല. കാരണം പുള്ളിക്കാരി ഓൾറെഡി ബിഗ് ബോസിനകത്ത് ഹിന്ദിയിൽ പയറ്റി തെളിഞ്ഞ് ജയിച്ചില്ലെന്നുള്ളതല്ല, അവിടുന്ന് പരിപാടി നടത്തി പുറത്തിറങ്ങിയ ആളാണ്. പുള്ളിക്കാരത്തിക്ക് ഇത് അറിയാവുന്ന ആളാ. പുള്ളിക്കാരത്തി നൈസായിട്ട് ഗുണ്ടി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് തമാശയൊക്കെ പറയുന്നു. നൈസായിട്ട് പുള്ളിക്കാരത്തി ആ സാധനം ഹാൻഡിൽ ചെയ്തു. അത് മാത്രമല്ല അനുമോളായിട്ട് മറ്റേ തൂക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ജിസൈൽ കൗണ്ടർ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. അതായത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും ജിസൈലിനെ കൈയടിച്ചോണ്ടിരിക്കുക. അതായത് ഓൾ പരിപാടി ജിസൈൽ അവിടെ സെറ്റാക്കി എടുത്ത്. അതായത് 19 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ഒരാൾ ഇപ്പൊ ഞാനാണെന്ന രീതിയിലേക്ക് ജിസൈൽ അവിടെ മാറി. അപ്പാനി ശരത്തും അവിടെ മാറി. ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോഴും സത്യം പറഞ്ഞ അവിടെ ഒരു ചെറിയ കാര്യത്തിന് അഭിശ്രീ അതിനകത്ത് അബിയുടെ പ്രശ്നം അബി ഭയങ്കരമായിട്ട് ഷൗട്ട് അബിയുടെ ഷൗട്ടിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ പോലും അത് ക്ലിക്ക് ആവൂല. ഇങ്ങനെ ഷൗട്ട് ചെയ്യരുത്. ഇങ്ങനെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ഇല്ലാണ്ട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പണിയായിട്ട് മാറും. പിന്നെ നെവിൻ ഇടക്ക് വെച്ചിട്ട് ഒരു മറ്റേ പെട്ടിയൊക്കെ എടുത്ത് വെച്ച് പുതപ്പൊക്കെ എടുത്തിട്ട് അത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് പേഴ്സണലി നെവിനായിട്ട് നല്ല പരിചയമുള്ള ആളാണ്, എനിക്ക് നെവിനെ അറിയാം. പക്ഷേ നെവിന്റെ ഈ ഒരു ഗെയിം പ്ലാൻ മാറ്റിയില്ലെങ്കിൽ നെവിൻ അത് പണിയാവും. കാരണം നെവിൻ അവിടെ കാണിച്ച് ഒരു ഫൺ പരിപാടി മാത്രമാണ് നെവിൻ അവിടെ കൊണ്ടുപോകുന്നത്. ബാക്കി നെവിന്റെ ഒരു സീരിയസ് ആയിട്ട് ഗെയിം വന്നിട്ടില്ല ഇതുവരെ. ലക്ഷറി ടാസ്ക് ആണെങ്കിൽ അവരത് കയ്യിൽ നിന്ന് പോയി, ഇത് കുളവായി. പിന്നെ ഇതിനകത്ത് മോർണിംഗ് ടാസ്കിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് എനിക്ക് പറയണം തോന്നിയത്. അനീഷിനെ അപ്പാനി സ്ഥലത്ത് അവിടെ ഇമിറ്റേറ്റ് ചെയ്ത് അനീഷിന്റെ കുരു പൊട്ടി. അവരവിടെ ആക്ട് ചെയ്യല്ലേ. ഈ അനീഷ് ഒരു നല്ല ഗെയിമറായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അനീഷ് ഭയങ്കര ഈഗോയുടെ ആളാണ്. അനീഷിന് വേറെ ആരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു ക്യാരക്ടറാണ് അനീഷിന്റെ. അത് ബുദ്ധിമുട്ടാണ്. സമയമുണ്ടോ രാവിലത്തെ ലൈവ് ആണ്. അപ്പൊ വെയിറ്റ് ഒരു മിനിറ്റ്, എനിക്കത് സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പുറകെ നടക്കുക. പക്ഷെ അനീഷ് ഒരു ഗ്യാപ്പ് കൊടുക്കത്തില്ല. അങ്ങനെ ഒരു രീതി അനീഷിന്റെ ഒരു കോമൺ നേച്ചർ ആണത്. അനീഷിന് മറ്റുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നെ തന്നെ സൂപ്പറാക്കി വെക്കണം എന്നുള്ളത്. പക്ഷെ ഞാൻ സംഭവം പറയാം, അനീഷിന് പണി അറിയാം, കളി പഠിച്ചിട്ട് വന്നിരിക്കുന്ന ഒരാളാ. അനീഷും ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചിട്ടാണ് വന്നേക്കണം. അതായത് ഈ കൂട്ടത്തിൽ മത്സരിക്കുന്ന എല്ലാവർക്കും പെയ്ഡ് PR ഉണ്ട്, നോർമൽ PR അല്ല, പെയ്ഡ് PR ഉണ്ട്. പക്ഷെ അത് അനീഷ് ഉൾപ്പെടെ ഒരു കോമണർ അന്ന് വിചാരിച്ചില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അത് നമുക്ക് വിസിബിൾ ആണ്. ആ പരിപാടി നമുക്ക് മൊത്തത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ മനസ്സിലാക്കി. ഞാൻ കുറെ ചാനൽസിന്റെ കമന്റ് ബോക്സ് നോക്കുന്നുണ്ട്, പല പോസ്റ്റുകളുടെ കമന്റ് ബോക്സ് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സംഭവം അറിയാൻ പറ്റും. അതായത് ഫേക്ക് ID എന്ന് കുറെ കമന്റ്സ് വരുന്നുണ്ട്. ഇന്നാള് പൊളി. ഞാൻ ഒരാളുടെ പേര് പറയുന്നില്ല, അനീഷ് മാത്രമല്ല ആരായാലും. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാവും. ആക്റ്റീവ് അല്ലാത്ത ID എന്ന് കമന്റ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്റെ നമ്മള് കുറെ സമയം നമ്മളൊരു 2-3 മണിക്കൂർ ഇതിനു വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കുറെ സംഭവങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എനിവേ അതെന്തായാലും എന്റെ കൂട്ടത്തിലുള്ള കാര്യമാണ്, നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല.
ഇവിടെ ഈ അനീഷിന്റെ ആ ഒരു ഈഗോ നാളെ അനീഷിന് തന്നെ അത് പാരയായിട്ട് ഇത് വരികയും ചെയ്യും. അത് കുറച്ച് പ്രോബ്ലമാണ്. കാരണം ഒന്നാമത്തെ കാര്യം പുള്ളി ഈ സംസാരിക്കുമ്പോഴത്തേക്കും പോയിന്റിൽ കിട്ടണില്ല. പുള്ളിക്ക് പോയിന്റ് അല്ല പുള്ളി പറയുന്നത്, പുള്ളി കഥയാണ് പറയുന്നത്. ബിഗ് ബോസിന്റെ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം എന്താണ് നോമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. ലക്ഷറി ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ അവരതെല്ലാം കൂടെ അതും കൊളവാക്കിയിട്ടുണ്ട്. അത് കൊള്ളാട്ടോ. കാരണം ഞങ്ങളുടെ സീസണകത്തെ ഞങ്ങൾക്ക് ലക്ഷറി എന്ന് പറയുന്ന സാധനം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പവർ ഗ്രൂപ്പിന് പവർ ടീമിന് ഇതുള്ളതുകൊണ്ട് നമുക്ക് ഫുഡിന് വലിയ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഇവർക്ക് ഈ ഫുഡിന് വേണ്ടിയിട്ട് കുറെ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും ഇത് പൊട്ടി തുടങ്ങും. ഇപ്പൊ ഇന്ന് സംഭവം ഉണ്ട്. ഇപ്പൊ രാത്രി ഇവരെ 4 പേരെ ഉറക്കം നടത്തുമല്ലേ, ഈ 4 പേര് മാത്രമല്ല ഹൗസിനകത്തുള്ള ആളുടെ ഉറക്കം പോകും. കാരണം അവർക്ക് നോക്കുമ്പോൾ ഇവരെ നോക്കിയിരിക്കാം, ഒരാളെ പിടിച്ച് പുറത്താക്കാം എന്ന് തോന്നുമ്പോൾ ഹൗസിന്റെ അകത്തുള്ള ആൾക്കാരുടെ ഉറക്കം പോവും, പുറത്തുള്ള ആൾക്കാരുടെ ഉറക്കം പോവും. നാളത്തെ ഇവരുടെ ആക്ടിവിറ്റിക്കകത്ത് ഇത് ബാധിക്കുകയും ചെയ്യും. എല്ലാവർക്കും അത് നല്ല രീതിയിൽ പണി കിട്ടുകയും ചെയ്യും. പിന്നെ കുറെ ആൾക്കാർ ഇപ്പൊ നമ്മുടെ ബിൻസി ആയിക്കോട്ടെ, ബിന്നി ആയിക്കോട്ടെ, ശാരിക ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒണിയല്, അങ്ങനെ കുറെ ആൾക്കാര് ആക്റ്റീവേ അല്ല. ഇന്ന് രേണുസുധി ലാസ്റ്റ് വന്നിട്ട് സ്കിറ്റ് അടിക്ക് ഞങ്ങളിവിടെ ഫയർന്ന് അടിച്ചത്. പിന്നെ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും എന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും മോന്തൊക്കെ ഒഴിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തിരിച്ചു പറയും, ഞാൻ ഇവിടെ സിറ്റി അല്ല. രേണുവിന് എനിക്ക് തോന്നിയതേ, രേണുവിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് ഇവിടെ നിന്നൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ പുള്ളിക്കാരത്തേക്ക് അത് ബ്ലാങ്ക് ഔട്ട് ആയി പോയി. പുള്ളിക്കാരത്തി വന്ന് പണി തുടങ്ങി പുള്ളിക്കാരത്തി ഇനിയും കോണ്ടന്റ് കൊടുക്കും, അത് സത്യം. പക്ഷെ പുള്ളിക്കാരത്തി ഉദ്ദേശിച്ച സാധനം അല്ല ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു തോന്നൽ പുള്ളിക്കാരത്തിക്ക് വന്നിട്ടേ പുള്ളിക്കാരത്തി ചെറുതായിട്ട് അത് രേണുസുധിക്ക് ഒന്ന് ചെറിയൊരു പണി കിട്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് നോക്കുമ്പോൾ കാണാം. ഇപ്പൊ ഈ ആഴ്ച ഞാൻ ലാസ്റ്റ് എന്റെ വീഡിയോയിലും പറഞ്ഞതാണ്, ഈ ആഴ്ച എവിക്ഷൻ മസ്റ്റായിട്ട് വേണം. എവിക്ഷൻ ഒരാളെങ്കിലും ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കണം, അത് 100% പുറത്താക്കണം. പിന്നെ ആദില നോറയുടെ ഒരു ചെറിയ ഒരു അവരങ്ങോട്ടും ഇങ്ങോട്ടും ലാസ്റ്റ് സീസൺ കഴിയുമ്പോ പിള്ളേർ തമ്മിൽ എനിക്ക് വളരെ അടുപ്പമുള്ള പിള്ളേരാണ്, പിള്ളേർ തെറ്റിപ്പിക്കാണ്ടായിരുന്നോ മതിയായിരുന്നു. നന്നായിട്ട് എന്റെ ഫോട്ടോ പിള്ളേർ എന്തായാലും. എനിവേ സീസൺ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നിങ്ങനെ കേറി വരണമെന്നുണ്ടെങ്കിൽ ആണുങ്ങളും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് അവിടെ നിൽക്കണം. ഞാൻ ആണുങ്ങൾ ആക്റ്റീവായ മാത്രമല്ല പറയുന്നത്, പക്ഷെ എല്ലാവരും അപ്പാന്റെ ശരത്തിന് അണ്ടറിൽ മാത്രമാണ് ഇപ്പൊ എല്ലാവരും നിൽക്കുന്നത്. അത് അപ്പാന്റെ ശരത്തിന് ഗുണം ചെയ്യും, വേറെ ആർക്കും അത് ഗുണം ചെയ്യാനായിട്ട് പോകുന്നില്ല. എല്ലാവരും അത് സൈഡായി പോകും, അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് മാറും. എനിവേ എന്തായാലും കയറി വരട്ടെ. 2 ദിവസമല്ലേ ആയുള്ളൂ, ഒരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് അപ്പായി വരുന്നത്. അപ്പൊ എന്തായാലും സംഭവം നൈസായിട്ട് തന്നെ പോട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കും.